ഏകദേശം 9 മാസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2025 ഒക്ടോബർ 11-ന് സമൂഹമാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന പ്രൊഫൈലുകളിൽ ഒന്നും ഓസ്ട്രേലിയൻ മലയാളിയും മാധ്യമപ്രവർത്തകനുമായ തിരുവല്ലം ഭാസി ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് പുറത്തുവിട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് CPM സഖാക്കൾ കുറച്ചു കാലത്തേക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നന്നായിരിക്കുമെന്നാണ് പുള്ളിക്കാരൻ തൻ്റെ പോസ്റ്റിൽ വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണ് താനങ്ങനെ പറയുന്നു എന്നുള്ള കാര്യം അദ്ദേഹം അതിന് അനുബന്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 2 ആഴ്ച മുൻപാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് ചില സ്വകാര്യ ആവശ്യങ്ങളുമായി എത്തുന്നത്. ദീർഘകാലത്തെ സൗഹൃദമുള്ളതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം വളരെ നേരം വിവിധ വിഷയങ്ങൾ സംസാരിച്ചു. കൂട്ടത്തിൽ തൃശ്ശൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകളെക്കുറിച്ചുള്ള വിവരങ്ങളും സംസാരത്തിനിടയിൽ കടന്നു വന്നു. അതിന് കാരണം എൻ്റെ സുഹൃത്ത് ആ കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി തന്നെ സംസാരിച്ചു. ഒരു ഘട്ടത്തിൽ പുള്ളിക്കാരൻ ഇത്രയും കൂടി പറഞ്ഞു: ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. അതിൽ കുറച്ച് ചെറുപ്പക്കാരെ ഞങ്ങൾ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. കാരണം അവന്മാർ രാഹുലിനെ കൈവയ്ക്കാൻ അവസരം കാത്തിരിക്കുന്നു. ആ ചെറുപ്പക്കാരുടെ ബന്ധുക്കൾ ആ ചെറുപ്പക്കാർക്ക് കാവൽ നിൽക്കുകയാണ്. കാരണം അവർ അത്ര വെടിപ്പ് അല്ല. മാറാട് കലാപം തുടങ്ങി ഒട്ടേറെ കേസുകളിൽ ഉൾപ്പെട്ടവരാണ്. ഇതാണ് തന്നോട് തൃശ്ശൂരിലെ സുഹൃത്ത് പറഞ്ഞതായി തിരുവല്ലം ഭാസി അന്ന് പറഞ്ഞത്. അതിനനുബന്ധമായി ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്: അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന്. മാത്രമല്ല, സഖാക്കൾക്കും അവൻ്റെ നേർക്ക് ഒരു കണ്ണ് ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിങ്ങളുടെ തലയിലാകുമെന്നും. മാത്രമല്ല, അതിനൊപ്പം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അറിഞ്ഞ കാര്യം പറയുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതേ തിരുവല്ലം ഭാസി 2 ദിവസം മുൻപ്, അതായത് രാഹുൽ ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്ന വാട്സപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇത് സംബന്ധിച്ച് മറ്റൊരു പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് CPM സഖാക്കൾ കുറച്ചു കാലത്തേക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് 1 മാസത്തിന് മുൻപ് ഞാനിട്ട പോസ്റ്റായിരുന്നു. ഏകദേശം 9 ലക്ഷം പേർ ആ പോസ്റ്റ് കാണുകയും ധാരാളം പേർ പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ അന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വിളിച്ച തെറികൾ ഇപ്പോഴും അവിടെയുണ്ട്. ഇന്നലെയും ആ തെറിവിളികൾ അടങ്ങിയിരുന്നില്ല. നിങ്ങളെപ്പോലുള്ളവരാണ് ഇങ്ങനെയുള്ളവരെ വളർത്തുന്നതെന്ന് ഓർമ്മ വേണം. നിങ്ങളുടെ വീടുകളിലും ഒരു പെൺതരിയെങ്കിലും ഉണ്ടാകുമല്ലോ എന്ന് ഓർക്കുന്നതും നന്നായിരിക്കും എന്നാണ് തിരുവല്ലം ഭാസി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സൂചിപ്പിച്ചത്. എന്തായാലും 2 ദിവസമായി രാഹുൽ മാങ്കൂട്ടം ആരാധകരിൽ വലിയൊരു മാറ്റം കാണാനുണ്ട്. മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും അങ്ങനെയൊരു പെൺകുട്ടി ഇല്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ പെൺകുട്ടിയുടെ കൂടി സമ്മതത്തോടെയാണ് മാങ്കൂട്ടം ഈ പരിപാടി കാണിച്ചതെന്നാണ് പറയുന്നത്. അപ്പോഴും മാങ്കൂട്ടം കാണിച്ച ഈ പരിപാടി തെറ്റാണെന്ന അഭിപ്രായം അവർക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. ഈ റിനി ആൻഡ് ജോർജ് ഹൂ കേസ് എന്ന പേരിൽ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ നിന്നാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. അവിടെ മുതൽ ഇങ്ങോട്ട് റിപ്പോർട്ടർ TV അതിജീവിതയ്ക്കൊപ്പം നിന്നെടുത്ത നിലപാടുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് ശബ്ദരേഖയായിട്ട് നമ്മൾ പുറത്തുവിടുകയായിരുന്നു. പലതരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മളും കോൺഗ്രസിലെ ഒരു വിഭാഗം നല്ല നേതാക്കളും നമുക്കൊപ്പം തന്നെ നിലയുറപ്പിച്ചിരുന്നു. കോൺഗ്രസ് മാതൃകാപരമായി തന്നെ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന്. അതും നമ്മൾ ഈ ഘട്ടത്തിൽ പറയണം. കാരണം കേസ് എടുത്തു, പക്ഷേ പരാതിക്കാർ നേരിട്ട് വരാത്ത സാഹചര്യത്തിൽ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാവുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം തുടരുന്നു. യുവതി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി പരാതി കൊടുത്തു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ റൂറൽ SP ആ പെൺകുട്ടിയുടെ മൊഴി എടുക്കുകയാണ്. പരാതിയുണ്ട്, പരാതി ഗൗരവമുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കണ്ടേ? രാഹുലിനെതിരെ നടപടിയെടുക്കണം, സർക്കാരും എടുക്കണം, അതോടൊപ്പം തന്നെ പാർട്ടിയും എടുക്കണം എന്നുള്ളതാണ്. പാർട്ടി നേരത്തെ പറഞ്ഞതുപോലെ വളരെ മാതൃകാപരമായി വളരെ പെട്ടെന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. അത് നമ്മളത് ചർച്ച ചെയ്തതുമാണ്. പക്ഷേ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തു ചെയ്തു എന്നുള്ളതാണല്ലോ. ഇപ്പോൾ 3 മാസമാകുന്നു. ഓഗസ്റ്റ് 25-നായിരുന്നു സംഭവം. ഇപ്പോൾ 3 മാസമാകുന്നു. ഈ 3 മാസത്തിനിടയ്ക്ക് കുറച്ചു കാലം അദ്ദേഹം ഒളിവ് ജീവിതത്തിൽ കഴിഞ്ഞു, പുറത്തേക്കൊന്നും ഇറങ്ങാതെ. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പാലക്കാട്ടേക്ക് പോകുന്നു. പാലക്കാട് MLA എന്ന നിലയ്ക്ക് തനിക്ക് അവിടെ പ്രവർത്തിക്കാൻ അവകാശമുണ്ട് എന്നത് ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. അവിടെ ചെന്ന് MLA എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നതിനെ എതിർക്കാനാവില്ല എന്ന പാർട്ടിയും ഒരു ഘട്ടത്തിൽ പറയുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണ്? തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുന്നു. സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ആദ്യം എതിർത്ത CPIM പിന്നീട് വേദി പങ്കിടുന്ന രൂപത്തിൽ വരെ, മന്ത്രിമാർ വരെ വേദി പങ്കിടുന്ന ദൃശ്യം വരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു ശാസ്ത്ര
അല്ലേ, സ്കൂൾ ശാസ്ത്രമേളയുടെ പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ എന്ന രൂപത്തിലാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. പക്ഷേ ആ തരത്തിലേക്ക് അത് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒരു തണുത്തു പോയി എന്ന രൂപത്തിൽ തന്നെ അതിനെ കാണേണ്ടി വരും. അപ്പോൾ അവിടെ ഇരിക്കുകയും ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിനെ തുടക്കം മുതൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതുവരെ ഈ രൂപത്തിൽ ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടി ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രത്തോളം ആത്മവിശ്വാസത്തോടെ സമൂഹത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് പറയാൻ പറ്റുക. ഇതിനു മുമ്പ് ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കാണിച്ചിട്ടുള്ള ഒരു രീതി, അതിൻ്റെ ഒരു സാമ്യം ഈ കേസിലും കാണുന്നുണ്ട്. ചില കാര്യങ്ങളിൽ സമൂഹ മാധ്യമത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഇദ്ദേഹത്തിനായി പ്രവർത്തിക്കുക, അതിനായി ഒരു PR സംഘത്തെ രൂപീകരിക്കുക. ആ PR സംഘം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട പോസ്റ്റുകൾ ഇടുക മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പ്രതികരിക്കുന്നവരെ അതിമോശമായി വളരെ മോശം ഭാഷയിൽ സമൂഹ മാധ്യമത്തിൽ ഉപദ്രവിക്കുക എന്നുള്ളത്. ആ ഉപദ്രവം എന്നുള്ളത് ഈ പറയുന്ന ഇരകൾക്കെതിരെ മാത്രമല്ല, പാർട്ടിയിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾക്കെതിരെ വരെ. കാരണം നമ്മൾക്കറിയാം ഈ സംഭവം പുറത്തു വന്ന ഘട്ടത്തിൽ വളരെ ശക്തമായി തന്നെ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണ അടക്കമുള്ള നേതാക്കൾ, ഉമാ തോമസ് അടക്കമുള്ള നേതാക്കൾ എങ്ങനെയാണോ പ്രതികരിച്ചത്, ഇങ്ങനെയൊരു നേതാവ് പാർട്ടിയിൽ വേണ്ട എന്ന് തന്നെ ഉറച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പ്രതികരിച്ച ആ വനിതാ നേതാക്കൾക്കെതിരെ എത്ര മോശമായിട്ടാണ് ആ സമൂഹ മാധ്യമത്തിൽ ആക്രമിച്ചത് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇവർക്ക് മുഖമില്ല, അവർ വേറെ വിങ്ങായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പാർട്ടി വഴങ്ങുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. പല ഘട്ടത്തിലും ഈ സംവിധാനം ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഈ സൈബർ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ക്രിമിനൽ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നു, പ്രത്യേകിച്ച് ഇത്തരം കേസുകൾ എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഏതൊക്കെ രൂപത്തിലാണ് ഈ പറയുന്ന പരാതിക്കാരിയിൽ ഇരയ്ക്കെതിരെ ഏതൊക്കെ രൂപത്തിലാണ് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ പ്രതികരിക്കുക, അവരിവിടെയാണ്, ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് പറയുക, ഇവരാണ് ആ ആൾ എന്ന് പറയുക, ആ രൂപത്തിൽ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും ആക്രമണങ്ങൾക്ക് ശേഷവും ആ പെൺകുട്ടി പരാതി നൽകാൻ ധൈര്യപ്പെട്ടു എന്നുള്ളതാണ് അവരെ അഭിനന്ദിക്കേണ്ട കാര്യം. അവരത്രയും അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദ സംപ്രേഷണമാണ് ഇപ്പോൾ കേട്ടത്, നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത്. അപ്പോൾ ആ പ്രതികരണങ്ങൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്, സ്നേഹത്തിൽ എങ്ങനെ വഞ്ചിക്കപ്പെട്ടു, സ്നേഹിച്ചതിന് എങ്ങനെ വഞ്ചിക്കപ്പെട്ടു എന്നാണ് പെൺകുട്ടി പറയുന്നത്. ഇതിൽ നിയമപരമായ എത്ര സാധ്യതകളുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഈ പറയുന്ന MTP ആക്ടിൽ ഇപ്പോൾ ഗർഭധാരണത്തിന് നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കേസെടുക്കാൻ വകുപ്പില്ല. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ, വാക്കാൽ നിർബന്ധിച്ചാൽ അതിന് കേസെടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ മരുന്ന് കൊടുത്തു, ആ മരുന്നിൻ്റെ തെളിവ്, പ്രിസ്ക്രിപ്ഷൻ, ഈ മരുന്ന് എവിടെ നിന്ന് എത്തിക്കുന്നു, അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോയാൽ അതിലൊരു മറ്റൊരു രൂപത്തിലേക്ക് കേസ് മാറാനുള്ള സാധ്യത, ഗൗരവത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ഫിസിക്കൽ ടോർച്ചർ നടക്കുകയാണെങ്കിൽ മാത്രമേ ആ രൂപത്തിൽ വരുള്ളൂ. അല്ലെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ട് ഗർഭചിത്രത്തിന് ഇടയാക്കുന്ന രൂപത്തിലേക്ക് വന്നാൽ ആ കേസിന് ഗൗരവം വരികയുള്ളൂ. ഈ പറഞ്ഞ മരുന്നിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് കൊടുത്ത ശബ്ദരേഖയിലല്ലാതെ ഒരു വലിയ കൂട്ടം തെളിവുകളാണല്ലോ മുഖ്യമന്ത്രി സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് പോകേണ്ടതുണ്ട്. പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. പാർട്ടി ഇപ്പോൾ നോക്കുന്നത് സർക്കാർ എടുക്കുന്ന നടപടിയാണ് ഉറ്റുനോക്കുന്നത്. സർക്കാരിൻ്റെ വേഗം, പോലീസ് എടുക്കുന്ന വേഗം ഇപ്പോൾ അറസ്റ്റിലേക്ക് നടക്കുകയാണെങ്കിൽ അറസ്റ്റിന് ശേഷം എന്താണ് എന്നുള്ള കാര്യം പരിശോധിക്കും. അടുത്ത നടപടിയിലേക്ക് മടിക്കില്ല എന്നാണ് ഞാൻ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നത്.